ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ചാപ്റ്റർ 307 ആണ് നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററോടെ നമുക്ക് ഇസാഗിയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ചാപ്റ്റർ മൊത്തം നാഗിയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ മൊത്തം ഇസാഗിയും ഇസാഗിയുടെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ ഒരു വേൾഡ് ക്ലാസ് മാച്ചിന്റെ ചില ഗ്ലിംസുകളും അതോടൊപ്പം തന്നെ ഇസാഗിയെ ഇനി മുന്നോട്ട് വേൾഡ് അത് അണ്ടർ 20 വേൾഡ് കപ്പിൽ ആരായിരിക്കും ഒപ്പോണന്റ് ആയിട്ട് നിൽക്കുക, ആ കാര്യങ്ങളെല്ലാം ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിലൊരു ക്യാരക്ടർ ഉണ്ട്, ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഇസായി, തോഷി, ലോറൻസോ അല്ലെങ്കിൽ കൈസർ. അതുപോലെ തന്നെ വേൾഡ് ജനറേഷൻ 11 ഒരു പ്ലെയറിനെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോ തുടങ്ങാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. സോ ചാപ്റ്ററിന്റെ ആദ്യം തന്നെ നമുക്ക് ഇസാഗിയാണ് കാണിക്കുന്നത്. ഇസാഗി സ്പെയിനിലോട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ ഇവ എവിടെ തിരിച്ചു കഴിഞ്ഞാൽ ഇസാഗിക്ക് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഈഗോ ബ്ലൂ ലോക്കിന്റെ അടുത്ത് നിന്ന്. ആ ബോക്സിൽ കുറെ കാസറ്റ്സ് ഉണ്ടായിരുന്നു, CDs ഉണ്ടായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ ഇസാഗിക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും ഒരു മാച്ചിന്റെ ടിക്കറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു മുന്നോട്ട്. അതായത് ജസ്റ്റ് ആ CDസിലെ മാച്ചസ് കാണാൻ മാത്രമല്ല, ഇനി ആ മാച്ചസ്, അതായത് ശരിക്കുള്ള ഒരു വേൾഡ് ക്ലാസ് മാച്ച് നേരിട്ട് പോയിട്ട് കാണാനുള്ള ഒരു ചാൻസ് കൂടി ഇസാഗിക്ക് ഈഗോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ടിക്കറ്റിന്റെ കൂടെ തന്നെ ഒരു കത്തുണ്ട്. ആ കത്തിൽ എഴുതിയുണ്ടാവും, നിനക്ക് വേൾഡ് സോക്കർ നീ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നീ അത് നേരിട്ട് തന്നെ കാണണം എന്ന് പറഞ്ഞൊരു കത്തും ഉണ്ടായിരുന്നു. സോ അതെല്ലാം കാരണം ഇസാഗി ഇപ്പൊ സ്പെയിനിലോട്ട് വരും ആ കളി കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ കളി നടക്കുന്നത് നമ്മുടെ സ്വന്തം ബാർസലോണയിലാണ്, സ്പെയിനിലെ. ആൻഡ് സ്പെയിനിലെത്തിയ ഇസാഗി ആദ്യം ഒരു റെസ്റ്റോറന്റിലോട്ട് കയറും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് മാച്ചിന് വേണ്ടിയിട്ട് അവൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ അവൻ എന്താ ഓർഡർ ചെയ്യേണ്ടതെന്നുള്ള വലിയ ഐഡിയ ഉണ്ടാവില്ല. ആൻഡ് ഈ മാച്ചസ് ചെയ്ത ടീമൊക്കെ തമ്മിൽ അതല്ലേ, നമ്മുടെ FC ബാർക്ക വേഴ്സസ് ചിക്കോരേഡ് എന്ന് പറഞ്ഞ രണ്ട് ടീം തമ്മിലാണ് മാച്ചസ് നടക്കാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ FC ബാർക്കയിലായിരുന്നു നമ്മുടെ ഒട്ടോയും ബ്ലൂ ലോക്കിൽ, അതായത് ഒട്ടോയും ബാച്ചിറെല്ലാം കളിച്ചിരുന്നത് FC ബാർക്കയിലായിരുന്നു, നമ്മുടെ ബാർസലോണയുടെ സ്പിൻ ഓഫ്. പക്ഷേ ഈ FC ബാർക്ക ഒരിക്കലും അവരുടെ മെയിൻ ടീം ആയിരുന്നില്ല, അത് ജസ്റ്റ് അവരുടെ U20 ടീമായിരുന്നു. സോ ഇവിടെ ഇസാഗി കാണാൻ വന്നത് അവരുടെ ശരിക്കുള്ള മാച്ചാണ്. ഇതിനുശേഷം ഇസാഗി മെയിനും നോക്കിക്കൊണ്ടിരിക്കും. ഉള്ള സ്പാനിഷിലായതുകൊണ്ട് ഒരു തേങ്ങ അവന് മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മെയിനും നോക്കിയിട്ട് അവൻ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇസാഗി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടെ വേറൊരു ചെറുക്കൻ ഇരുന്ന് ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ആ ഫുഡ് കണ്ടപ്പോൾ ഇസാഗിക്ക് അത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നും. സോ അവനോട് പോയി ചോദിക്കാൻ നിൽക്കും. പക്ഷെ അപ്പോഴും അതേ പ്രശ്നം, ഭാഷയുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെ നിയോ ഇഗോയിസ്റ്റിക് ലീഗിന്റെ ആദ്യത്തില്, അതായത് തുടക്കത്തിൽ ഒരു ഇയർബഡ്സ് കൊടുത്ത ഓർമ്മയില്ലേ, അതേ സെയിം ഇയർബഡ്സ് എടുത്തിട്ട് ഇവന് കൊടുക്കും ഇസാഗി. അതുകൊണ്ട് തന്നെ ഇവൻ പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ആവും. ആൻഡ് ഇയർബഡിന്റെ സഹായത്തോടെ തന്നെ ഇവൻ ഈ ഡിഷിന്റെ പേര് ഇസാഗിക്ക് പറഞ്ഞു കൊടുക്കും. അതിന്റെ പേരായിരിക്കും ഓഡി. ആൻഡ് ഇതിനുശേഷം ഈ ചെറുക്കൻ ഇസാഗിയോട് ചോദിക്കും, നീ ഇവിടെ എന്ത് ചെയ്യാൻ വന്നാണെന്ന് ചോദിക്കും. അപ്പൊ ഇസാഗി പറയും, ഞാൻ ഇവിടെ ഒരു വേൾഡ് ക്ലാസ് മാച്ച് കാണാൻ വേണ്ടി, ഫുട്ബോൾ മാച്ച് കാണാൻ വേണ്ടി വന്നാണെന്ന് പറയും. ഇത് കേട്ടിട്ട് അവൻ ചോദിക്കും, ഓ നിനക്ക് ഫുട്ബോൾ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. ഇവൻ അറിയില്ലല്ലോ ഇവൻ ആരോടാ ചോദിക്കണേന്ന്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയെന്ന് പോലെ ഇസാഗി വായ്ത്താളടിയാൻ തുടങ്ങും. ഇസാഗി ഫോർമേഷന്റെ ഹിസ്റ്ററി പറയാൻ തുടങ്ങും. ഹിസ്റ്ററി പറഞ്ഞിട്ട് ഫുട്ബോൾ എത്രത്തോളം ഇവോൾവ് ചെയ്തെന്ന് പറയാൻ തുടങ്ങും. അങ്ങനെ ഓരോ ഫുട്ബോളിന്റെ ഹിസ്റ്ററീസും കാര്യങ്ങളും എല്ലാം അങ്ങനെ പറഞ്ഞ് ബ്ലാ ബ്ലാ അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇസാഗി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇവനും ഇത് കേട്ടുകൊണ്ടിരിക്കും. ആൻഡ് ഇതിന്റെ അവസാനമായിട്ട് ഇസാഗി ഒരു കാര്യം പറയും, സോക്കർ എത്രത്തോളം ഫോർമേഷൻ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ പോലും എല്ലാ ഇയറും ഒരു പ്ലെയർ ഉണ്ടാവും. ആ ഒരു പ്ലെയർ ആയിരിക്കും മൊത്തം സോക്കറിനെ ആ ഇയർ ഷേപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ പറഞ്ഞ കാര്യം ഒരുപാട് റിലേറ്റബിൾ ആണ്. കാരണം എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ മെസ്സി, റൊണാൾഡോ ഉണ്ട്. മെസ്സി, റൊണാൾഡോക്ക് അതിന്റെ മുന്നേ ലെജൻസ് ആയിട്ടുള്ള പെലെ, മറഡോണ, അങ്ങനെ ഓരോ എറകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ലമീൻ യമാൽ, അതുപോലെ തന്നെ എംബാപ്പെ, അതുപോലെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം കേട്ടിട്ട് ഇവ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. ആൻഡ് അവൻ പറയും, നീ ഒരുപാട് ലക്കിയാണ്, കാരണം നിനക്കൊരു സാധനം ഇഷ്ടമാണ്, അതിനെ പറ്റിയിട്ട് നീ ഒരുപാട് ഇങ്ങനെ പറയാനും നിനക്ക് പറ്റുന്നുണ്ട്. സോ നീ ഭയങ്കര ലക്കിയാണെന്ന് പറയും. ആൻഡ് ഇത് കേട്ട് ഇസാഗി പറയും, അങ്ങനെയല്ല, ഇപ്പൊ നിനക്കും ഉണ്ടാവില്ല ഒരു പാഷൻ, ആ പാഷനെ പറ്റിയിട്ട് നിനക്കും ഒരുപാട് നിനക്ക് സംസാരിക്കാൻ ഉണ്ടാവില്ല. അത് കേട്ടിട്ട് ഇവൻ പറയും, എനിക്കും അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇൻഫാക്ട് എനിക്ക് എന്നെ തന്നെ ഇപ്പൊ മനസ്സിലാവുന്നില്ല എന്ന് പറയും. ആൻഡ് നിന്നെ പോലെ ഇത്രയും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോ എനിക്ക് എന്നെ തന്നെ കൊല്ലാൻ തോന്നുന്നു പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഇസാഗി ആകെ ഷോക്കാവും, ഇവൻ എന്താണ് ഈ പറയണേന്ന് ആലോചിച്ചിട്ട്. ആൻഡ് ഇസാഗി പറയും, സോറി പറയും. ആൻഡ് സോറി പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവാണ്, ഇത് എന്റെ ഫോൾട്ടാണെന്ന് പറയും. പക്ഷെ ഇതിപ്പോ പറയാ, നിന്റെ ഫോട്ടോ ഒന്നുമല്ല, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇത്തിരി സെൻസിറ്റീവ് ആണെന്ന് പറയും. പക്ഷെ എന്താണെന്ന് അറിയില്ല, രണ്ടുപേരും ഇങ്ങനെ നല്ല പോലെ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ അവിടെ ഡീമൺ ഇസാഗി പുറത്തു വരുന്നത്. ഡീമൺ ഇസാഗി പുറത്തു വന്നതിന് ശേഷം ഡീമൺ ഇസാഗി നമ്മള് രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയതിന് തൊട്ട് ഞാൻ നോക്കുന്നതാണ്. നീ ഇപ്പൊ ഈ ചിരിക്കുന്ന ചിരിയില്ലേ, അത് വെറും ഫേക്കാണ്. നീ നിന്റെ ഉള്ളിൽ ഭയങ്കര ലോൺലി ആണെന്ന് പറയും. മുഖത്തടിച്ച പോലെ പറയും ഇസാഗി ഇവന്റെ. ആൻഡ് ഇവൻ ഇത് കേട്ടിട്ട് ഇവനും ഒന്ന് ഷോക്കാവും. പക്ഷെ ഇവന് എന്തോ അത് വേറൊരു ഇതിലെടുത്തിട്ട് അവൻ അത്
ദാറ്റ്സ് റൂഡ് എന്ന് പറഞ്ഞിട്ട് അവൻ അതിങ്ങനെ മെല്ലെ ഒഴിവാക്കി കളയും. ആൻഡ് ഇത് കേട്ടിട്ട് ഇസാഗി വീണ്ടും കോൺഷ്യസിലോട്ട് വന്നിട്ട് സോറി സോറി എന്ന് പറയും. ആൻഡ് ഇതിന് ശേഷം ഇസാഗി അവനോട് നിന്ന് പോകും. ഇസാഗി പോയിട്ട് നേരെ റെസ്റ്റോറന്റ് ആ സർവീസ് കൊടുക്കുന്ന ആളില്ലേ അയാളുടെ അടുത്ത് പോയിട്ട് ഓഡിഫ് വേണം എന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഇയാള് പറയും അത് ഓഡിഫ് അല്ല, അതിന്റെ പേര് ഫിഡുവോ ആണെന്ന് പറയും. ആൻഡ് ഇപ്പോഴാണ് ഇസായിക്ക് കാര്യം മനസ്സിലാവുക. ഇവ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം പുളുവായിരുന്നു, ഇവൻ വെറുതെ കടന്ന് തള്ളുവായിരുന്നുള്ള കാര്യം ഇസായിക്ക് മനസ്സിലാവും. പക്ഷെ അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് പോയിണ്ടാവും. അതുകൊണ്ട് തന്നെ ഇസായിക്ക് അതൊന്നും ചോദിക്കാൻ പറ്റില്ല. ആൻഡ് ഇതിന് ശേഷം നമുക്ക് കാണിക്കുന്നത് നേരെ ഇസാക്കി ആ മാച്ച് കാണാൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തിലോട്ട് പോകുന്നതാണ്. ആൻഡ് ആ സ്റ്റേഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു വേൾഡ് ക്ലാസ് മാച്ച് ഇസാഗി ആദ്യമായിട്ടായിരിക്കും നേരിട്ട് കാണുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഇസാഗി ആകെ റിയലി എക്സൈറ്റഡ് ആവും അത് കണ്ടിട്ട്. ആ സ്റ്റേഡിയം അത്രയും ജാം പാക്ഡ് ആയിരിക്കും. ബാർസലോണ ഒരു ഹോം ഗ്രൗണ്ട് മാച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും. ലിറ്ററലി അത് തന്നെയാണ്. FC ബാർക്ക എന്ന് പറയുന്നത് ബാർസലോണയുടെ സ്പിൻ ഓഫ് ആണ്, റിപ്പ് ഓഫ് ആണ്. ആൻഡ് ഇസാഗി ഇങ്ങനെ മനസ്സിലായില്ലേക്കും ഇതുപോലൊക്കെ ഞാനും ഒരു ദിവസം ആവും എന്നുള്ള ആലോചിച്ചിട്ട് രണ്ട് ടീമിലെയും പ്ലേയേഴ്സ് അതായത് ഗ്രൗണ്ടിലോട്ട് വരുന്നത് കാണിക്കും. അവിടെ ലെവീനിയോ ഉണ്ടാവും. ലെവീനിയോവും FC ബാർക്കയുടെ ഒപ്പം തന്നെ വരുന്നുണ്ടാവും. എന്റെ ലെവീനിയോ കണ്ടിട്ട് ഇസാഗി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. കാരണം ഇത്രയും വലിയ ടീമിന്റെ ഒരു ക്യാപ്റ്റന്റെ കൂടെ ആയിരുന്നല്ലോ ഇത്രയും നാള് കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആലോചിച്ചിട്ട് ഇസായിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. അവരൊപ്പം കളിച്ച ക്യാപ്റ്റൻസ് എല്ലാവരും അത്രയും ടോപ്പ് പ്ലേയേഴ്സ് ആണ്. സോ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഇസാഗിന് എക്സൈറ്റഡ് ആയി നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് വേറൊരു പ്ലെയറിനെ കാണുക. ഇസാഗിയുടെ കൂടെ ഇത്ര നേരം റെസ്റ്റോറന്റ് ആയിരുന്ന അതേ ചെറുക്കൻ ഇപ്പൊ ചെറിയ പ്ലെയർ ഒന്നുമല്ല, ലെവീനിയോയുടെ കൂടെ അവന്റെ പാർട്ണറായിട്ട് കളിക്കായിരിക്കും. ആൻഡ് ഇവനെങ്ങനെ കണ്ടപ്പോ ഇസാഗി ആകെ ഷോക്കായി നോക്കും. ആൻഡ് പെട്ടെന്ന് അവന്റെ ഫോൺ എടുത്തിട്ട് ഇസാഗി സെർച്ച് ചെയ്യും, ഇവൻ ആരാണെന്നുള്ള കാര്യം സെർച്ച് ചെയ്യും. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോഴാണ് ഇസാഗിക്ക് കാര്യം മനസ്സിലാവുക. ഇവൻ FC ബാർക്കയുടെ ഫോർവേഡ് പ്ലെയർ ആണ്. ആൻഡ് ഇവരുടെ റെഗുലർസിൽ വരുന്ന ഒരുത്തനാണ്. പ്ലസ് ന്യൂ ജനറേഷൻ വേൾഡ് ലെവലിലെ പ്ലെയർ കൂടിയാണ് ഇവൻ. ആൻഡ് ഇവരുടെ മാച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവന്റെ പേരും ഇവന്റെ ഫസ്റ്റ് ഗോളും ഇവിടെ റിവീൽ ചെയ്യുക. ഇവന്റെ പേരായിരിക്കും ബണ്ണി. ആൻഡ് ഇവൻ ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടാവും. ഈ ഗോൾ കണ്ടിട്ട് ഇസാക്കി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുണ്ടാവും. കാരണം അവൻ ആ ഗോൾ അടിച്ചത് അത്രയും ഹൈറ്റിലോട്ട് ചാടിയിട്ടായിരിക്കും. ഈ ഗോൾ കണ്ടിട്ട് ഇസാഗി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകും ചെയ്യും. പക്ഷെ അവന് കാര്യം മനസ്സിലാവും, ഇവൻ തന്നെ ആയിരിക്കും U20 വേൾഡ് കപ്പിൽ ഇസാഗിയുടെ എതിരി എന്നുള്ള കാര്യം ഇസാഗിക്ക് ഏറെക്കുറെ മനസ്സിലാവും. ആൻഡ് ഇങ്ങനെ ഇസാഗി ഈ മാച്ച് കാണുന്നതും ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ നമുക്ക് ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് വേറൊരാളെ കാണിക്കും. നമുക്ക് സായ് ഇത്തോഷിയെ കാണിക്കും. ആൻഡ് സായ് ഇത്തോഷി ടിവിയിൽ ഈ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ബണ്ണിയെ കാണുമ്പോൾ സായ് ഇത്തോഷി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടാവും. മേ ബി ഇവർ തമ്മിൽ എന്തെങ്കിലും പാസ്റ്റിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു ബണ്ണി ആയിരിക്കും നമ്മുടെ മെസ്സിയുടെ റിപ്പ് ഓഫ് ആയിട്ട് വരാൻ പോകുന്നത്. കാരണം ഇത്രയും നാള് നിയോൽനോവ ആയിരുന്നു മെസ്സി എന്നുള്ള ലെവലിലായിരുന്നു ഇതിങ്ങനെ കൊണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു FC ബാർക്ക ചെറിയ പ്ലെയർ, അത്രയും നന്നായിട്ട് കളിക്കുന്ന പ്ലെയർ. സോ മേ ബി മെസ്സിയുടെ ആ ഒരു പഴയ സ്റ്റോറി എടുത്തിട്ട് ബണ്ണിക്ക് കൊടുക്കാനാണ് ചാൻസ് ഉള്ളത്. എന്തായാലും അടുത്ത ചാപ്റ്റേഴ്സിൽ എങ്ങനെയൊക്കെ കാണിക്കണം എന്ന് നമുക്ക് നാളെ കാണാം. സോ നാളെ കാണാം ഗൈസ്. ബൈ ഗൈസ്. ബൈ.